നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ മാജിക് ഡേ പ്രാക്ടീസിലെ മൂന്നാമത്തെ ദിവസമാണിന്ന്. 28 ഡേ പ്രാക്ടീസിലെ മൂന്നാമത്തെ ദിവസം. എല്ലാവരും കറക്റ്റായിട്ട് ടെക്നിക്സുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ആണെങ്കിൽ അവർക്ക് വേണ്ടി I am Sidara Mohan, hypnotic counselor, law of attraction coach, and a mind power trainer and psychological researcher. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെ വീഡിയോയ്ക്ക് തരിക. ഓക്കെ, അപ്പം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ, ഈ വീഡിയോസും ടെക്നിക്സും എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടായിരിക്കും. ആ മാറ്റം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളും ഈ ടെക്നിക്സുകളൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പം ഇന്നത്തെ വളരെ രസകരമായിരിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇന്നലത്തെ ടെക്നിക്ക് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെയും വളരെ രസകരമായിരിക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഞാൻ ഏതൊരു വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇന്നും പറയുകയാണ്. കാരണം ആദ്യമായി കാണുന്നവരാരെങ്കിലും ആണെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. റിപ്പീറ്റേഷനാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഏതൊരു ടെക്നിക്സ് ആയാലും എന്തൊരു ആക്ടിവിറ്റി ആയാലും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായി ഫോക്കസ് ചെയ്തുകൊണ്ട്, അതിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. രണ്ട് മനസ്സോടു കൂടി ചെയ്താൽ അതൊരിക്കലും സക്സസ് ആവില്ല. ഓക്കെ, അത് രണ്ട് മനസ്സോടുകൂടി നാം ഏത് കാര്യം ചെയ്യുന്നോ അതൊരിക്കലും സക്സസ് ആവില്ല. അത് തീർച്ചയായിട്ടും ഉള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ 100% വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്യേണ്ടത് രാത്രിയാണ്. ഈ ടെക്നിക്ക് ചെയ്യേണ്ടത് രാത്രിയാണ്. രാത്രി ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ചെയ്താൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. അപ്പം ഇന്നത്തെ ടെക്നിക്കിൻ്റെ പേരാണ് പോയിൻ്റ് ഫിംഗർ ടെക്നിക്ക്. പോയിൻ്റ് ഫിംഗർ ടെക്നിക്ക്. നിങ്ങളുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കാം. ചൂണ്ടുവിരൽ, മർമാണി വിരൽ എന്നൊക്കെ പറയും പണ്ടുള്ളവർ, അല്ലേ? അപ്പം അത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നേടേണ്ട കാര്യങ്ങൾ, ഇന്നെന്നല്ല നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങൾ എന്താണോ അത് നേടിയെടുക്കാനുള്ളൊരു ടെക്നിക്കാണിത്. അപ്പം ഇത് ഞാനിത് ചെയ്തത് എനിക്കൊരു എക്സാമിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. ഒരു എക്സാം ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ എക്സാം ക്ലിയർ ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അതിശയമെന്ന് പറയട്ടെ, ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് രാത്രി ചെയ്തു. എനിക്ക് നാളെയാണ് എക്സാം എന്ന് വിചാരിക്കുക. ഇന്ന് രാത്രി ചെയ്തു, നാളെ എക്സാം. ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എക്സാം ഹാളിൽ നിന്ന് അത്ഭുതപ്പെട്ടു പോയി, വണ്ടർ അടിച്ചു പോയി. എന്താണെന്നറിയാമോ? ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാം. ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കത് സ്ട്രേഞ്ചായി തോന്നിയില്ല. എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഈസി ആയിട്ട് അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ, നല്ല സ്കോർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളിത് ഉപയോഗിക്കുക. ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു കാര്യവും വളരെ ന്യായമായും ലോജിക്കായിട്ടും തോന്നുന്ന കാര്യത്തിന് ആഗ്രഹത്തിന് വേണ്ടി ചെയ്താൽ വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് ലഭിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടൊരു കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊരു ബിലീഫ് ഉണ്ടാക്കുമല്ലോ, അല്ലേ? അപ്പോൾ പെട്ടെന്ന് നടക്കാൻ സാധ്യതയുള്ള കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത് പെട്ടെന്ന് വിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളിൽ. അപ്പം അടുത്ത കുറച്ച് വലിയ കാര്യം ആഗ്രഹിക്കുക. അങ്ങനെ പടിപടിയായിട്ട് ആഗ്രഹിച്ചു പോകുക. ഇതെന്നല്ല, ഏതൊരു ടെക്നിക്കായാലും. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളിത് ചെയ്യേണ്ടത് രാത്രിയാണെന്ന് പറഞ്ഞു. രാത്രി സ്വസ്ഥമായി നിങ്ങളുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് സ്വസ്ഥമായി ഇരിക്കുക. നട്ടെല്ല് നിവർന്ന് തന്നെ ഇരിക്കുക. നട്ടെല്ല് നിവർന്ന് നല്ല ഫ്ലെക്സിബിളായിരിക്കുക. ഒന്നും ബലം പിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫ്ലെക്സിബിളായിരിക്കുന്ന ഡ്രസ്സുകൾ ധരിച്ചാൽ നല്ലതാണ്. ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചാൽ നമുക്കിത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം മൈൻഡും ബോഡിയും അത്രയും ഫ്ലെക്സിബിളായിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധ
ഈ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിനിടയ്ക്ക് വേറെ പല കാര്യങ്ങളും കയറി വരും, നെഗറ്റീവ് കാര്യങ്ങൾ കയറി വരും. അതിനൊന്നും ശ്രദ്ധ കൊടുക്കണ്ട. റിജക്ഷൻ കമൻറ്റ് കൊടുക്കുക. ഫോക്കസ് ഇതിലേക്കായിരിക്കണം ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇമോഷനും ചിന്തയും ഇതിലേക്ക് തന്നെ ആയിരിക്കണം. ഓക്കെ, ഫീൽ ചെയ്തുകൊണ്ട് ചെയ്താലാണ് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുക. അപ്പം ഞാൻ പറയുന്നത്, ഈ പോയിൻ്റ് ഫിംഗർ ടെക്നിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഡെമോൺസ്ട്രേഷൻ അടക്കം കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾ വളരെ നട്ടൽ നിവർത്തി വളരെ കാമായിട്ട് റിലീഫ് ചെയ്തിരിക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക. ഡീപ്പ് എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യുക. ഡീപ്പ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രീത്ത് എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. ഇത് ചെയ്തതിന് ശേഷം 3 പ്രാവശ്യം ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പോയിൻ്റ് ഫിംഗർ, ചൂണ്ട് വിരൽ, മർമാണി വിരൽ, ഇടത് കൈയിലെ വിരൽ എടുത്ത് പിടിച്ചിട്ട് ഇതേപോലെ കണ്ണടച്ച് പിടിച്ചിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ കാണുക. ഇമേജിൻ്റെ രൂപത്തിൽ, ചിത്രത്തിൻ്റെ രൂപത്തിൽ കാണുക. വിത്ത് ഇമോഷൻ ഫീൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 6 പ്രാവശ്യം ഈ ഫിംഗറിൻ്റെ ഈ ഒരു പോയിന്റിൽ 6 പ്രാവശ്യം പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഹാർട്ടിൻ്റെ മേലെ ചെസ്റ്റിലായിട്ട് 6 പ്രാവശ്യം വളരെ സോഫ്റ്റായിട്ട് പ്രസ് ചെയ്യുക. ഇതാ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷേ എഫക്റ്റീവാണ്. വിശ്വാസത്തോടെ ചെയ്താൽ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ തന്നെ വന്നിട്ട് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യും, എനിക്ക് വർക്കായി. അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ഹോപ്പോണോപ്പോണോ പ്രെയർ, നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കണ്ടോ നിങ്ങൾ? 10,000 ആളുകളിലേക്ക് എത്താൻ പോവുകയാണിത്. 10,000 വ്യൂസ്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ, അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ. അപ്പോൾ ഇതൊന്നും ആൾക്കാർക്ക് വർക്ക് ചെയ്യായിട്ടിരിക്കണം, അല്ലല്ലോ. ഒരു ദിവസം കൊണ്ട് തന്നെ ജോലി സ്ഥലത്തു നിന്ന് മെസ്സേജ് വന്നെന്ന് ഒരാൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്താൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ന്യായമായ കാര്യമാണല്ലോ നമ്മളത്. ആരെയും ദ്രോഹിക്കാനും ആർക്കും നെഗറ്റീവ് പറയാനും ഒന്നും അല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. നമ്മുടെ പർപ്പസ് വളരെ പരിശുദ്ധി ഉള്ളതായിരിക്കണം. ആരെയും ദ്രോഹിക്കാനുള്ളതാവരുത്. അപ്പോൾ തീർച്ചയായിട്ടും നടക്കാതെ എവിടെയും പോകില്ല. പ്രപഞ്ച നിയമമാണിത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ 28 ഡേ മാജിക് പ്രാക്ടീസിലെ 3ാമത്തെ ദിവസത്തെ ഈ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പരിചിതരിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ച് കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ സജഷൻസ്, കമൻറ്റ്സ് വളരെ അത്യാവശ്യമാണ്. ലൈക്ക്, അതുപോലെ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.